पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणम् बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चात् रावणकुम्भकर्णहननं एतद्धि रामायणम्। श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम जय। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम रावणान्तक राम। श्रीराम मम हृदि रमतां राम राम। श्रीराघवात्मा राम श्रीराम रमापते। श्रीराम रमणीय विग्रह नमोस्तुते। नारायणाय नमो नारायणाय नमो नारायणाय नमो നാരായണായ നമഃ. എന്തു ജഗൽ പ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്നു കളകയോ. കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകെയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമൂർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജനാഗർഭച്യുതനായി അവനീലഞ്ജസാജാതനായി വീണനേരം ഭവാൻ 500 യോജനമേൽ പോട്ടു ചാടിയതും ഞാനറിഞ്ഞിരിക്കുന്നിതു മാനസേ. ചണ്ഡകിരണനുദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പൊക്കിതു പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 30 കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവപുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിനിളക്കം വരാനിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാംനാ ഹനുമാനിവനെന്നു സാദരം. വജ്രം ഹനുവിങ്കലേറ്റു മുറികയാല ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതുമെന്തിനെന്നോർക്ക നീ. തോൽബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ. ഇതം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനുമുദ്ധായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെപ്പോലെ
വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ. അല്ലായിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈ തൊഴുതിടുവൻ. രാമാങ്കുലിയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കുകേട്ടോരു വിധിസുതനാരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും. ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോടെതിർത്തിടുവാൻ പിന്നെയാം. നിഗ്രഹിച്ചിടും ദശാസ്യന് രാഘവൻ വിക്രമം കാട്ടുവാനന്നേരമാമല്ലോ. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ. മാരുതദേവനുമുണ്ടരികത്തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കവികുലമാശു പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്തേ. കേരളക്കരയാകെ രാമായണ പാരായണത്താൽ ധന്യമാകുന്ന ഈ കർക്കിടക മാസത്തിൽ കടലക്കടലാസിലൂടെ നിങ്ങളോട് സംവദിക്കുവാൻ വീണ്ടും ഒരിക്കൽ കൂടി സംവദിക്കുവാൻ കഴിയുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ വിശ്വാസം രാമായണ പാരായണവും കഥാകഥനവും കഥാശ്രവണവും ഇതെല്ലാം തന്നെ നമ്മുടെ ചെറിയ ചെറിയ ജീവിതങ്ങളെ ധന്യമാക്കുന്നു എന്ന് തന്നെയാണ്. ഇന്ന് ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്ന കഥാസന്ദർഭം കിഷ്കിന്ധ കാണ്ഡത്തിലെ അവസാന ഭാഗമാണ്. സീതാന്വേഷണത്തിനൊടുവിൽ സമ്പാതി എന്ന പക്ഷി ശ്രേഷ്ഠനിൽ നിന്ന് വാനരന്മാർ മനസ്സിലാക്കുകയാണ് സീതാദേവി ലങ്കയിലുണ്ട് എന്ന വിവരം. അതവരെ ഒരു വിഷമസ്ഥിതിയിലാണ് എത്തിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്, ആരാണ് സമുദ്ര ലംഘനം ചെയ്ത് സമുദ്ര തരണം ചെയ്ത് സീതാദേവിയുടെ അടുത്ത് എത്തി ചൂടാമണി സീതാദേവിയെ ഏൽപ്പിക്കുക? ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ ഏൽപ്പിക്കുവാനായി ഒരു ചൂടാമണി ഹനുമാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും 100 യോജനയുള്ള സമുദ്രം ആരാണ് മറികടക്കുക എന്ന് ആലോചിച്ച് ആകെ വിഷണ്ണരായി വാനരന്മാർ ഇരിക്കുകയാണ്. ആ സമയത്ത് വാനര ശ്രേഷ്ഠനായ ജാമ്പവാൻ അറിയാം ഈ കൂട്ടത്തിൽ അതിന് കഴിവുള്ള ഒരാൾ ഉണ്ട്. പക്ഷെ ഒന്നും മിണ്ടാതെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് ഹനുമാൻ. അങ്ങനെ ജാമ്പവാൻ ചെന്ന് ഹനുമാനെ പ്രചോദിപ്പിക്കുന്നതാണ് ഈ പാരായണ സന്ദർഭം. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിഷമഘട്ടങ്ങളിൽ പലപ്പോഴും ഒരു സുഹൃത്തോ നമ്മുടെ മാതാപിതാക്കളോ അതുമല്ലെങ്കിൽ ഒരു അധ്യാപകനോ അധ്യാപികയോ ആരെങ്കിലും ഒന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളെ പ്രചോദിതരാക്കുമ്പോഴാണ് നമ്മുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുകയും പലപ്പോഴും മുന്നോട്ട് വരികയും ചെയ്യുന്നത്. അതുതന്നെയാണ് ഇവിടുത്തെ കഥാസന്ദർഭം. ജാമ്പവാൻ ചെന്ന് ചോദിക്കുകയാണ്. ജനിച്ച ഉടനെ തന്നെ സൂര്യമണ്ഡലം കണ്ട് അതൊരു ഭക്ഷിക്കുവാനുള്ള ഫലമാണെന്ന് വിചാരിച്ച് 500 യോജന ചാടിയ ഹനുമാൻ, നീ എന്താണ് മിണ്ടാതിരിക്കുന്നത്? നീ മഹാദേവൻ്റെയും ദാക്ഷായണീ ദേവിയുടെയും ബീജമല്ലേ? നീ അഞ്ജനയുടെ പുത്രനല്ലേ? നിനക്ക് ദേവന്മാർ ധാരാളം വരബലങ്ങൾ നൽകിയിട്ടില്ലേ? അത്ഭുതവീര്യ പരാക്രമനായ നീ എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് സന്തുഷ്ടനായ ഹനുമാൻ എഴുന്നേറ്റ് നിന്ന് ബ്രഹ്മാണ്ടം കുലുങ്ങുമാർ സിംഹനാദം മുഴക്കി, ഞാൻ ഇപ്പോൾ തന്നെ ലങ്കയെയും ഭസ്മമാക്കി രാവണനെയും വധിച്ച് സീതാദേവിയെയും കൊണ്ടിങ്ങ് വരാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് പറയുന്നത്. അപ്പോൾ ജാമ്പവാൻ പറഞ്ഞു, അതും അല്ലെങ്കിൽ വേണ്ട, ഞാൻ രാവണനെ ബന്ധനസ്ഥനാക്കി ഒരു കയ്യിലും ത്രികൂട പർവ്വതത്തിനെ ഇളക്കി മറ്റേ കയ്യിലും ആക്കിക്കൊണ്ട്
ഞാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ വയ്ക്കാം എന്ന് പറയുന്നു. അതിന് കഴിവുള്ള ആൾ തന്നെയാണ് ഹനുമാൻ. അത് ഹനുമാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളുണ്ടാവും. പലപ്പോഴും നമ്മുടെ മനുഷ്യൻ്റെ അനന്തമായ കഴിവുകൾ അറിയാതെ അവൻ വിഷമഘട്ടത്തിലോ ദൗർബല്യത്തിലോ അകപ്പെട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കാം ആരെങ്കിലും ഒരു തുല്യനായ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വന്ന് നമ്മളോട് നിനക്കിതിന് കഴിയും എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കഴിവിനെക്കുറിച്ച് ബോധവാന്മാരാകും. അത് തന്നെയാണ് ഈ ഇവിടുത്തെ ഈ കഥ, ഞാൻ പാരായണം ചെയ്യുന്ന കഥയുടെ സന്ദർഭം.